Hi guys, it's me Suhail. Welcome to my channel MSP Creation. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് ഒരു റാസ്റ്റർ ഫയൽ വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് Adobe Illustrator ഓപ്പൺ ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഏത് ഫയലാണോ വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഫയലിൽ പ്ലേസ് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ലോഗോയാണ് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ലോഗോയാണ് വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും, ഇത് റാസ്റ്റർ ഫയലാണ്. ഓക്കെ, ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഫയലിൻ്റെ ഒരു കോപ്പി എടുക്കുക. കാരണം ഇത് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ കളർ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു ഒറിജിനൽ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോപ്പി ഓൾറെഡി നമ്മൾ എടുത്ത് വെക്കുക. അതിന് വേണ്ടിയിട്ട് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ഇതൊന്ന് ജസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ കോപ്പി ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊന്ന് സൂം ചെയ്ത് രണ്ടും ഒരേ സൈഡിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ഏത് ഫയലാണോ കൺവേർട്ട് ചെയ്യേണ്ടത് ആ ഒരു ഫയൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്കിത് സൂം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് പിക്സലായിട്ടാണ് കാണുന്നത്. വ്യക്തമായിട്ട് നമുക്ക് പ്രിൻ്റ് ഇതിൽ എടുക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്കിത് ഒറിജിനലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റാസ്റ്റർ ഫയൽ വെക്ടറിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു ഫയൽ സെലക്ട് ചെയ്തു. അതിന് ശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡിലായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. അതിന് ഇവിടെ ഇമേജ് ട്രേസ് എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഡീഫോൾട്ടായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആവും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഫുൾ ബ്ലാക്കായി. നമുക്ക് വേണ്ടത് സെയിം ഒറിജിനൽ ആ ഒരു ഫയലാണ്. അപ്പോൾ നമുക്ക് അതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഓപ്ഷൻ ഇവിടെയുണ്ട്, 3 കളർ. ഇതിൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും 2-3 കളർ മാത്രമേ ഇതിന് യൂസ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 1, 2, 3 കളേഴ്സ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ 3 കളർ പിക്ക് ചെയ്യുക. ഇതിൽ ഒരുപാട് കളേഴ്സുള്ള ലോഗോയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കളർ ഇവിടെ പിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് 3 കളർ ആയതുകൊണ്ട് ഇവിടെ ഞാൻ 3 കളർ ഓപ്ഷൻ പിക്ക് ചെയ്തു. ഇതിപ്പോൾ നമുക്ക് 3 കളറിലോട്ട് ഇത് കൺവേർട്ടായി വന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ എക്സ്പാൻഡ് കൊടുക്കുക. അതിനുശേഷം അൺഗ്രൂപ്പ് കൊടുക്കുക. ഓക്കെ, സൂം ഔട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ഇതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. കാരണം ഇത് നമ്മൾ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഇതിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്തുകൊണ്ട് 1 by 1 ആയിട്ട് ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ഈ ഷോപ്പ് എന്ന ഇതിൻ്റെ ഓടെ ഉള്ളിലും അതുപോലെ തന്നെ പിയുടെ ഈ ഭാഗത്തുമായിട്ട് വൈറ്റ് ഭാഗം ഉണ്ടാകും. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് നമുക്ക് കൺവേർട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഓൾഡ് ഫയലും ഈ ഫയലും കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഇത് വളരെ പിക്സലായിട്ടും അതുപോലെ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്തത് കറക്റ്റ് ഒറിജിനൽ ഫയലിലോട്ട് കൺവേർട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ പ്രിൻറ്റിങ്ങിനും ബാക്കി പർപ്പസിനൊക്കെ നമുക്ക് ഈ ലോഗോ യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമ്മളിവിടെ ഒരു കോപ്പി എടുത്ത് വെച്ചത് ഇതിൻ്റെ കളർ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഓൾറെഡി ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗം ഇവിടെ നോക്കിയാൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഏത് കളറാണോ സെലക്ട് ചെയ്യേണ്ടത് ആ കളറിൻ്റെ ലെയറുകൾ നമുക്ക് സെലക്ട് ചെയ്യാം 1 by 1 ആയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ 2 ലെയർ സെലക്ട് ചെയ്തു. ഷിഫ്റ്റ് അമർത്തിക്കൊണ്ട് 2 സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറിൽ പിക്ക് ടൂൾ എടുത്തിട്ട് പിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കറക്റ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു റാസ്റ്റർ ഫയൽ വെക്ടറിലോട്ട് വളരെ പെട്ടെന്ന് നമുക്ക് ട്രേസ് ചെയ്യാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.